ജീവിതത്തിൽ കടന്നു വരുന്ന സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും സമർത്ഥമായി അതിജീവിക്കുവാൻ കഴിയാത്ത അനേക വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. പെട്ടെന്ന് ദേഷ്യവും കോപവും കടന്നു വന്നിട്ട് അതടക്കുവാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുകയും വലിയ പ്രതിസന്ധിയിലേക്ക് തളർന്നു വീഴുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ കണ്ട് നിരാശപ്പെട്ട് ആത്മസംയമനം നഷ്ടപ്പെട്ട് തകർന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. സദൃശ്യവാക്യം 25:28 ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. അതെ, ജീവിതത്തിൽ സമർപ്പണവും ത്യാഗവും നിലനിർത്തി എടുത്തു ചാടാതെ വിഷയങ്ങളെ ഗൗരവമായി മനസ്സിലാക്കുകയും അത് കാര്യക്ഷമമായി അതിനെ ജയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു അത്ഭുത മനുഷ്യനായി മാറുവാൻ കഴിയുന്നത്. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെ തോറ്റുപോകുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അവൻ ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചിട്ടും കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ, ഏശാവിൻ്റെ ജീവിതത്തിൽ തനിക്ക് ജ്യേഷ്ഠാവകാശം ഒരു പായസത്തിന് വേണ്ടി വിറ്റുകളയുവാനിടയായി തീർന്നു. അത് നിമിത്തം പിന്നത്തേതിൽ തനിക്ക് മടങ്ങി വരണമെന്നും നഷ്ടപ്പെട്ടത് തിരിച്ച് നേടണമെന്നും താൻ ആഗ്രഹിച്ചിട്ടും അതൊരിക്കലും തിരിച്ചു പ്രാപിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ആത്മസംയമനമില്ലാതെ എടുത്തു ചാടി പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ, കോപത്തോടെ പ്രതികരിക്കുന്ന അവസ്ഥകൾ, ചിലതിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഇതൊക്കെ പലപ്പോഴും ജയത്തിന് പകരം പരാജയത്തിലേക്ക് നമ്മെ തള്ളിയിടാറുണ്ട്. അതുകൊണ്ട് ജയാളിയായി ജീവിക്കണമെങ്കിൽ ആത്മസംയമനത്തോടെ നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതിന് ദൈവവചനം ഇങ്ങനെ പറയുന്നു, അംഗം പൊരുതുന്നവനെല്ലാം സകലത്തിലും വർജനം ആചരിക്കണം. അത് വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം, ഒഴിയേണ്ടതിനെ ഒഴിയണം, സംസാരിക്കേണ്ടുന്നിടത്ത് മാത്രം സംസാരിക്കണം, തീരുമാനമെടുക്കേണ്ടുന്ന നല്ല തീരുമാനങ്ങൾ മാത്രം നാം എടുക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.